أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ അർഷദ അഷ്റഫ് മാമിനെ പ്രത്യേകം ഈ തസ്കിയ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, കൂട്ടുകാരില്ലാത്ത മനുഷ്യരുണ്ടാകില്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതയാത്രയിൽ എവിടെ വെച്ചോ സ്വീകരിച്ചതാണ് അവന്റെ കൂട്ടുകാരെ. ഈ കൂട്ടുകെട്ട് അവന്റെ ജീവിതത്തിൽ പലവിധ സ്വാധീനങ്ങളും ഉണ്ടാക്കിയേക്കാം. അവന്റെ സ്വർഗപ്രവേശനത്തിനോ നരകപ്രവേശനത്തിനോ വരെ ഈ കൂട്ടുകെട്ട് കാരണമായേക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർക്ക് നാം ചില കൂട്ടുകാരെ ഏർപ്പെടുത്തി കൊടുത്തു, എന്നിട്ട് ആ കൂട്ടാളികൾ അവർക്ക് തങ്ങളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അലങ്കൃതമായി തോന്നിച്ചു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്കു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ മേലും ശിക്ഷയെപ്പറ്റി സ്ഥിരപ്പെടുകയുണ്ടായി. തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരായിരുന്നു. സഹവാസവും കൂട്ടുകെട്ടും നിമിത്തം മനുഷ്യൻ നന്നായി തീരുവാനും ദുഷിച്ചു പോകുവാനും ഇടവരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കൂട്ടുകൂടുന്നതിനു മുമ്പ് തൻ്റെ സുഹൃത്ത് വലയത്തിന്റെ കണ്ണികളാകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ കുറിച്ച് ഉൾക്കാഴ്ചയോടെയുള്ള തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കൂട്ടുകെട്ട്, തണലാകുന്ന സൗഹൃദം. നമുക്ക് ഇഹത്തിലും പരത്തിലും തണലാവുന്ന നമ്മുടെ ഈ ഒരു കൂട്ടുകെട്ട് അതീവ ശ്രദ്ധാപൂർവം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്കും നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാവാനും ശ്രമിക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ ഇന്നത്തെ തസ്കിയ ആരംഭിക്കുകയാണ്. അതിനായി അർഷദ അഷ്റഫ് മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി വഹദ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. സുബ്ഹാനല്ലാഹ്. റഹ്മാനായ റബ്ബിന്റെ അവനേറെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള, അവനെ ഓർക്കുന്നതായിട്ടുള്ള ഒരു സംഘത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തണലാകുന്ന സൗഹൃദമാണ്. അപ്പോ എങ്ങനെ നമ്മുടെ സൗഹൃദങ്ങളെ നമുക്ക് തണലാക്കാം എന്നതിനുള്ള ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ സൗഹൃദങ്ങള് നമുക്ക് തണൽ വിരിച്ച് നിൽക്കുന്ന, നമ്മളെ തളർന്നു വരുന്ന സമയത്ത് നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന വൻമരങ്ങളാണോ, അങ്ങനെയുള്ള സൗഹൃദങ്ങളാണോ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. സൂറത്തു സുഖ്റുഫിലെ 67-ാമത്തെ ആയത്ത്. ആ ആയത്തിലേക്കാണ് നമ്മൾ അവസാനം ചെന്നെത്തുന്നത്. ബിഇദ്നില്ലാഹ്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ഇവിടെ നമുക്കറിയാം, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. മലയാളത്തിൽ സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം പരസ്പരം ശത്രുക്കളായിരിക്കും, മുത്തഖീങ്ങൾ ഒഴികെ എന്നുള്ളത്. അപ്പോ അൽ അഖില്ല എന്നുള്ള ആ വേർഡിനൊന്ന് നമ്മൾ എടുത്തു നോക്കുക. ഞാൻ ഈ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പരസ്പരം കാണുന്നൊന്നുമില്ല, പക്ഷെങ്കിലും നമ്മൾ ഒരുമിച്ചൊരു യാത്ര ചെയ്യണം.
നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ കണ്ണ് തുറന്ന് ഹൃദയം കൊണ്ടുള്ളൊരു യാത്ര ആയിരിക്കണം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമുക്ക് നമ്മളെ കൂട്ടുകാരെ കാണാൻ പറ്റും. നമ്മൾ നട്ടത് എങ്ങനെയാണ്, നമ്മളെ സൗഹൃദം എന്നുള്ള ആ ഒരു വിത്തിനെ നമ്മൾ എങ്ങനെയാണ് പാകിയത്, അതെങ്ങനെയാണ് മുളച്ചിട്ടുള്ളത്, അതിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് ഇപ്പൊ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അള്ളാ. അപ്പോ ഇവിടെ അൽ അഖില്ല എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് എവിടുന്ന് അറിയോ? ഖലീൽ എന്നാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റിമേറ്റ് ഫ്രണ്ട്സിനാണ്, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനാണ് ഖലീൽ എന്ന് പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഈ പറയുന്നത് എന്തും ആദ്യം എന്നിലേക്കുള്ള ചൂണ്ടുവരലാണ്, പിന്നെ നിങ്ങൾ ഓരോരുത്തരിലേക്കും. ഓക്കെ. അപ്പോ നിങ്ങളെല്ലാരും ഞാൻ ഇനി ഓരോ കാര്യം പറയുമ്പോഴും അത് നിങ്ങളൊന്ന് ചിലത് ലിസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതങ്ങനെ തന്നെ ലിസ്റ്റ് ചെയ്യണം ഇൻഷാ അള്ളാ. ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലേ? ഫ്രണ്ട്സ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവൂല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ, നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ഫ്രണ്ട്സിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് പട്ടികപ്പെടുത്തുക. ഞാനത് പറയേണ്ട താമസം തന്നെ നമ്മളെ ഹൃദയത്തിലേക്ക് ഒരുപാട് മുഖങ്ങള്, കുറഞ്ഞത് ഒരു മുഖമെങ്കിലും ചിരിച്ചു കാണുന്നില്ലേ? ഇനി അള്ളാഹ് പറഞ്ഞത് എന്താണ്? അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ്. ഈ നമ്മളെ ഈ ക്ലോസ് ഫ്രണ്ട്സ് ഇല്ലേ, നിങ്ങളിപ്പോ കണ്ണില് കണ്ടിട്ടുള്ള, നമ്മൾ കണ്ണില് കണ്ട ഈ ക്ലോസ് ഫ്രണ്ട്സ് നമുക്കെതിരെ ശത്രുക്കളായിക്കൊണ്ട് നമുക്കെതിരെ വരുന്ന ഒരു മുഖം നിങ്ങൾ കണ്ടോക്കി. അതും എല്ലാവരുടെ മുൻപിലും വെച്ച് നമ്മളെല്ലാം അറിയുന്ന, നമ്മളെ വേദനയും രഹസ്യവും മറ്റാരും അറിയാത്തതായിട്ടുള്ള ഒരുപാട് നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മളെ നെഗറ്റീവ്സും നമ്മളെ പോസിറ്റീവ്സും നമ്മളെ കളികളും ഒക്കെ അറിയുന്ന നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാളെ റബ്ബിന്റെ മുൻപില് നമുക്കെതിരെ വിരല് ചൂണ്ടുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലൽ മുത്തഖീൻ. മുത്തഖീങ്ങൾ ഒഴികെ, സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവരൊഴികെ ബാക്കി എല്ലാ ഫ്രണ്ട്സും അവർ നമുക്കെതിരെ വരുന്ന. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്കെയിൽ തന്നിട്ടുണ്ട്. തഖ്വയുള്ളവരായിട്ടുള്ള കൂട്ടുകാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളെ മുഖത്തില്, നമ്മളെ ഹൃദയത്തിലേക്ക് ഓടി വന്ന, നമ്മളെ മനസ്സിലേക്ക് ഓടി വന്ന കുറച്ച് മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ നമ്മൾ തഖ്വയാകുന്ന ആ സ്കെയിലിനെ കൊണ്ടൊന്ന് അളന്നു നോക്കുക. ആദ്യം നമ്മളെ അളക്കുക, പിന്നെ അവരെയും ഒന്ന് അളന്നു നോക്കുക. നമുക്ക് തണലാവോ? ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിക്കുന്ന സൗഹൃദമാക്കി നമ്മുടെ സൗഹൃദങ്ങളെ മാറ്റി നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇപ്പോ നമ്മൾ എല്ലാ ചരിത്രങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ സൗഹൃദം നോക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും തമ്മിലുള്ള സൗഹൃദം നോക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ കിറാമിൽ ഉണ്ടായിരുന്ന അവർ പരസ്പരം ഉണ്ടായിരുന്ന സൗഹൃദം നോക്കുകയാണെങ്കിലൊക്കെ അവിടെ ഏറ്റവും പ്രതിഫലിച്ചു നിന്നിരുന്ന എന്താണ്? തഖ്വയാണ്. ആ തഖ്വയിൽ ഊട്ടപ്പെട്ട ഒരു സൗഹൃദം നമുക്ക് കിട്ടുക എന്നുള്ളത് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅ്മത്താണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മള് കൂട്ടുകാരെ ഇപ്പം ഇതിലുള്ളവർ ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും ചിലപ്പം അഹ്ലുൽ ഖുർആനാവും, ഖുർആനിന്റെ ആൾക്കാരാണ് അല്ലെ? ഖുർആനിന്റെ പേരിലാണല്ലോ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ത്? ഖുർആനുമായിട്ട് ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾ നമുക്ക് വേണം എന്നുള്ളത്. ഒരു മിനിറ്റ്. ഖുർആനുമായിട്ടുള്ള സൗഹൃദങ്ങള് നമുക്ക് വേണമെന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് അവര് നമ്മളോടോ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടോ ചങ്ങാത്തം കൂടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗഹൃദത്തെ, ഫ്രണ്ട്ഷിപ്പിനെ, കൂട്ടുകെട്ടിനെ ഉപമിച്ചത് എന്തിനാണ്? ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ശരിക്കും എങ്ങനെയാണ്? കണ്ണാടി പോലെയാണ്. നമ്മളെ സൗഹൃദങ്ങള്, നമ്മളെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ണാടിയാവണം. എന്താ ഇപ്പൊ കണ്ണാടിനെ കൊണ്ട് ഉദ്ദേശിച്ചത്? കണ്ണാടിനെ കൊണ്ട് രണ്ട് ഉദ്ദേശമുണ്ട്.
നമ്മളെല്ലാവരും ഇനി ഒരു കണ്ണാടിക്ക് മുൻപില് നിൽക്കുകയാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കാം. കണ്ണാടിയുടെ മുൻപിൽ നമ്മൾ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ണാടിയുടെ മുൻപിലാണ് ഉള്ളത്, മിററിന്റെ മുൻപിൽ. ആ സമയത്ത് നമ്മൾ കണ്ണാടിയിൽ നിൽക്കുന്ന സമയത്ത് കണ്ണാടി നമ്മളോട് എന്ത് ചെയ്യും? നമ്മളെ സൗന്ദര്യം വിളിച്ചു പറയും. നല്ല ഭംഗിയുള്ളതൊക്കെ നമ്മളോട് എടുത്ത് കാണിച്ചു തരും. അതേപോലെ തന്നെ ആ ഭംഗി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതും കണ്ണാടി ചൂണ്ടിക്കാണിക്കും അല്ലേ? പക്ഷെ എന്തെങ്കിലും കണ്ണാടി ഇന്റെ ഒരു ന്യൂനത ഇന്റെ വേറെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. കണ്ണാടി എന്നോട് എന്റെ പോരായ്മ വളരെ രഹസ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കാതാണ് പറയാ. അഥവാ എന്റെ മുഖത്ത് ഇപ്പൊ ഒരു പാടുണ്ട്, ബാക്കി എല്ലാതും ഭംഗിയുണ്ട്, എന്റെ മുഖത്തൊരു പാടുണ്ട്. ജസ്റ്റ് ആ ഒരു പാടിന് കണ്ണാടി മിണ്ടാണ്ടിരിക്കൂല. അത് കണ്ണാടി എടുത്ത് കാണിക്കുക ചെയ്യും. പക്ഷെ ആ പാടുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് അത് വലുതാക്കി പറയുമോ? അതുമില്ല. അത് നമുക്ക് കാണിച്ചു തരും, നമ്മളത് മായ്ക്കും. അതോടുകൂടി പിന്നെ നമ്മൾ എന്താ കാണിക്കുന്നത്? ക്ലിയർ ആയിട്ടുള്ള എന്റെ മുഖമാണ് അല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ണാടിന്റെ മുൻപിൽ പോയിക്കാണ്. നിങ്ങളെ മൂക്കിന്റെ അറ്റത്ത് വലിയൊരു കറുത്തൊരു കരിയുണ്ട്. ബാക്കി മുഖമൊക്കെ നല്ല ക്ലീൻ ആണ്, മുടിയൊക്കെ നല്ല വൃത്തിയിലുണ്ട്. പക്ഷെ ഈ ഒരു കരി മാത്രം അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ എന്ന് കരുതിയിട്ട് കണ്ണാടി ആ കരീനെ മിണ്ടാണ്ടിരിക്കൂല്ല, അതിനെ കാണിച്ചു തരും. എന്നിട്ട് അത് വൃത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ നമ്മളെ ക്ലീൻ ആയിട്ടുള്ള മുഖേ കാണിക്കുള്ളൂ. അവിടെ കരി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഓർമ്മപ്പെടുത്തുവോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തണലാകേണ്ടുന്ന സൗഹൃദങ്ങള് ഇങ്ങനെയുള്ളതായിരിക്കണം. എങ്ങനെ? നമ്മുടെ നന്മകളെ, ഇവിടെ കണ്ണാടി എന്താ ചെയ്യുന്നത്? നമ്മളെ നന്മകളെ, നമ്മളെ സൗന്ദര്യത്തെ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ നന്മകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, നമ്മുടെ നന്മകളെ നമുക്ക് വില മതിപ്പിച്ച് തരുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ പോരായ്മകളെ ആ പോരായ്മകളായി തന്നെ കാണിച്ചു തരുക മാത്രല്ല, അത് അവിടുന്ന് നീക്കം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, അത് വൃത്തിയാക്കി അവിടെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും ഭംഗിയായി കൊണ്ട് കാണിച്ചു തരുന്ന, നമ്മൾ ആ പോരായ്മ ഒരിക്കലും എടുത്തു പറയാത്ത ഒരു സൗഹൃദമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ 3 സ്കെയിൽ, 3 അളവ്, ഞാൻ കുറച്ച് അളവുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ അളവ് നമ്മൾ പറഞ്ഞത്, അതിലേക്ക് ഒന്നും കൂടെ അവസാനം നമ്മൾ പോകുന്നുണ്ട്, തഖ്വ. രണ്ടാമത്തെ അളവ് എന്താ നമ്മൾ പറഞ്ഞത്? എന്റെ എന്റെ പോസിറ്റീവിനെ പോസിറ്റീവായി കാണിച്ചു തരണം, അതിനെ അംഗീകരിക്കണം, അതിനെ വിലമതിക്കണം. അതേപോലെ തന്നെയാണ് എന്റെ നെഗറ്റീവിനെ എനിക്ക് കാണിച്ചു തരണം, അത് എന്നിൽ നിന്ന് ക്ലിയർ ആക്കി തരണം, ക്ലിയർ ആക്കാൻ എന്നെ സഹായിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ആ നെഗറ്റീവ് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി അതൊരിക്കലും അത് തിരിച്ചെന്നിലേക്ക് കൊണ്ടുവരാതെ ഞാൻ എങ്ങനെയാണോ അത് ക്ലിയർ ആയത് അതുപോലെ എന്നെ സ്വീകരിക്കുന്നവനായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മള് ഇങ്ങനെ ആവണം. നമ്മളെ സുഹൃത്ത് വലയങ്ങള് ഇങ്ങനെ ആവണം. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ കണ്ണാടിയുടെ വിഷയത്തില് കണ്ണാടി നമ്മളോട് എങ്ങനെയാണ്? നമ്മളെ കൂട്ടുകാരനെ തിരുത്തേണ്ടുന്നത് വളരെ നിശബ്ദമായിട്ടായിരിക്കണം. അടുത്തൊരു കാര്യമാണ്. അന്റെ അടുത്ത് ഈ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അന്റെ അടുത്ത് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രൂപത്തില് അതിനെ വിളംബരം ചെയ്യുന്നതായിട്ടുള്ളതല്ല നമുക്ക് വേണ്ടെന്ന്. മറിച്ച് നമ്മളോട് രഹസ്യമായി പറയുന്ന രൂപത്തിലുള്ള സൗഹൃദം, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരനെ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നമ്മളാണല്ലോ നന്നാവേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആദ്യത്തില് നമ്മളിലേക്ക് തന്നെ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഇൻഷാ അള്ളാ നമ്മൾ നന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമുക്കും അതുപോലുള്ള തന്നെ നൽകും. ഓക്കെ. ഇനി ഇതിന് ഒരു ചെറിയൊരു ഉദാഹരണം ഉണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തിരുത്തലിനെ പറ്റിയിട്ട്. ഒരിക്കലും ഹസൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറാണ്. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? വളരെ മോശമായിട്ടാ വുദു എടുക്കുന്നത്. ഫുള്ള് തെറ്റിച്ചിട്ടാണ് വുദു എടുക്കുന്നത്. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹുവിന് അത് തിരുത്തേണ്ടതുണ്ട്. തെറ്റ് കണ്ടിട്ട് അത് തിരുത്തപ്പെടാതിരിക്കരുതല്ലോ.
അപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് വരുമോ, ഒന്ന് വന്നിട്ട് എന്റെ വുദൂ ഇപ്പൊ വരൂ കേട്ടോ. മാമിന് നെറ്റിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനെ കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാല്ല നെറ്റിന് ചെറിയൊരു പ്രശ്നം വന്നു. ഇൻഷാല്ല നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളെ സൗഹൃദങ്ങള് എന്ന് പറയുന്നത് അതെന്തായിരിക്കണം? കണ്ണാടികളെ പോലെ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ളതാണ്. ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ. ഇവിടെ നമ്മളെ സൗഹൃദങ്ങളൊക്കെയും തന്നെ ഇത്തരത്തിൽ കണ്ണാടി പോലെയുള്ളതാവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളുമായിട്ട് ഒരുവൻ കൂട്ടുകൂടുകയാണെങ്കിൽ, ഒരുവൻ ഇടപഴകുന്നതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ സൗഹൃദത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാല് രണ്ട് കൈകൾ പോലെ ഇരിക്കണം. അതെന്താ രണ്ട് കൈകൾ പോലെ ആവേണ്ടത്? രണ്ട് കൈകള് കൂട്ടി കഴുകുമ്പോഴല്ല അത് കൂടുതൽ ഏറ്റവും മികച്ചതായി വൃത്തിയാവുക, അല്ലേ? ഇപ്പൊ ഞാൻ എന്റെ വലത്തേ കൈ മാത്രം പൈപ്പിനടിയിൽ വെച്ച് കഴിഞ്ഞാല് വലത് കൈ വൃത്തിയാകൂല. ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുള്ളൂ, നനഞ്ഞ് ആ കൈയിന്റെ വിരലുകൾ കൊണ്ട് തന്നെ ഞാൻ അത് ഇങ്ങനെ ഒരച്ച് കഴിഞ്ഞാലും അതത്ര വൃത്തിയാവില്ല. പക്ഷെ നോക്കൂ, രണ്ട് കൈകളും കൂടെ കൂട്ടി ഇറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അത് ഏറ്റവും മികച്ചതായിക്കൊണ്ട് വൃത്തിയാവും, അല്ലേ? നമ്മളെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കൈകൾ പോലെ ആയിരിക്കണം. യഥാർത്ഥ സൗഹൃദം അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. നമ്മളെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിലായിക്കോട്ടെ, എല്ലാ ദുഃഖത്തിലായിക്കോട്ടെ, നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ നമുക്ക് വേണം. അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും? ഞാൻ ചെറുപ്പത്തില് എന്നോട് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാക്കാണ്, അഥവാ ആ ഒരു വാക്ക് എന്ന് വെച്ചാല്, നീ എന്താവുക, അഥവാ ഒരുപാട് സൗഹൃദങ്ങളൊന്നും നമുക്ക് ഉണ്ടാവൂല. ചെറുപ്പത്തിൽ ചില സമയത്ത് നമുക്ക് ക്ലാ അഥവാ ക്ലാസ്സിൽ ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത്, എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ
എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ്. നീ എന്താവ്? നല്ല തേനുള്ള പൂവാവ്. നല്ല തേനും നല്ല സുഗന്ധവും നല്ല നിറമുള്ള പൂവാവ്. ആ സമയത്ത് എന്ത് ചെയ്യും? നല്ല തേനീച്ചകളും നല്ല പൂമ്പാറ്റകളൊക്കെയും നിന്നെ തേടി വരുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് ഭംഗിയായ ഒരു പ്രയോഗാണല്ലേ. നമ്മൾ എന്തായാ മതി? നല്ല തേനുള്ള, നല്ല സുഗന്ധമുള്ള പൂവാവാൻ ശ്രമിക്കുക. ആ സമയത്ത് നല്ല തേനീച്ചകളും നല്ല വണ്ടുകളും നല്ല പൂമ്പാറ്റകളും നമ്മളെ തേടിയെത്തും. ഇങ്ങനെ നമ്മളെ സൗഹൃദത്തെ നമ്മൾ പടുത്തുയർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റുന്ന, നമ്മളെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് ശരിക്കും പറഞ്ഞാല് നല്ല സൗഹൃദങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ജീവിതത്തിൽ തന്നെ ഇപ്പോ നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവൂലേ? ആദ്യായിട്ട് നമ്മൾ കേട്ടത് ആരടുത്തുന്നായിരിക്കും? അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മടിയുള്ള കാര്യങ്ങള് നമുക്ക് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റല് ആരടുത്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളെ കൂട്ടുകാരുടെ അടുത്തല്ലേ? അല്ലെങ്കിൽ ആദ്യമായി പല കാര്യങ്ങളും നമ്മൾ കേട്ടത് ആരടുത്തുന്നാ? നമ്മളെ കൂട്ടുകാരുടെ അടുത്തുന്നല്ലേ? അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരെങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമ്മൾ സദാ പരീക്ഷിച്ച് അല്ലെങ്കിൽ സദാ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മളെ ഊർജ്ജസ്വലമാക്കാൻ കഴിയുന്ന സൗഹൃദങ്ങളായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. അതെങ്ങനെയാണ്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ ആയത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്. മുത്തഖീങ്ങളായിട്ടുള്ള കൂട്ടുകാർ. അഥവാ നമ്മളൊരു കൂട്ടുകാരന് അവന്റെ സാന്നിധ്യം അവൻ അവിടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് അള്ളാനെ ഓർക്കാൻ പറ്റണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്തുകളെ നമുക്ക് ഓർക്കാൻ പറ്റണം. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ അതിനെ മുറുക്കെ പിടിച്ചോളാം. അതല്ല, നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാരനില്ല. ഇപ്പൊ നമ്മളെ കൂട്ടുകാരെ പറ്റിയൊന്ന് നമ്മൾ ആലോചിക്കുക. ഇന്ന എന്റെ ഈ ഒരു കൂട്ടുകാരി, അവളെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അള്ളാ, അവര് ഇത്രയും ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും അവരെ പോലെ എന്റെ അടുത്തേക്ക് എത്തണം. അല്ലെങ്കിൽ അവരെ പോലെ എനിക്കും എന്താവണം? മികച്ചതാവണം എന്നുള്ള കൊതിയാണ് നമുക്കുള്ളിൽ വരുന്നതെങ്കിൽ അത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന, നാളെ നമുക്ക് തണലാകുന്നതായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മറിച്ച് നമ്മളെ കൂട്ടുകാരെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വല്ല വീഡിയോസും വല്ല ക്യാരക്ടേഴ്സും അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? അദുവ്വുൻ യൗമഇദിൻ അദുവ്വും ബഅദുഹും സോറി യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് എന്ന് പറഞ്ഞ ഗണത്തിലേക്ക് അത് പോയി പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകെട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ കിറാം അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്വഹബത്ത് എന്ന് പറയുന്ന, അവർക്കിടയിൽ ഉണ്ടായിരുന്ന സിദാഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ ചിരിപ്പിക്കേണ്ട സമയത്ത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കേണ്ട സമയത്ത് അവർക്ക് കരയേണ്ടുന്ന സമയത്ത് അവരെ കരയിപ്പിക്കുകയും ചെയ്തിരുന്ന സൗഹൃദങ്ങളായിരുന്നു അത്. ചിരിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അഥവാ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാം. പക്ഷെ എങ്ങനെയാണ് ഒരു വിശ്വാസിനെ യഥാർത്ഥത്തിൽ കരയിപ്പിക്കുക? അള്ളാഹുവിനെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ എന്തിനെ കൊണ്ടാണോ ദാഹിച്ചു നിൽക്കുന്നത് ആ ദാഹം അകറ്റാൻ പറ്റുന്നതായിട്ടുള്ള കൂട്ടുകാരായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിൻ, യഥാർത്ഥത്തില് അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നമ്മളെ കരയിപ്പിക്കാനാകുന്ന കൂട്ടുകെട്ട് നമുക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കുണ്ടോ? നമ്മളെ ചിരിപ്പിക്കുന്ന കൂട്ടുകാരെ സുബ്ഹാനല്ലാഹ്, ഇന്ന ആളെ ഓർക്കുമ്പോ അള്ളാഹ് ഓള് ഇന്നെ അന്ന് അങ്ങനെ ചിരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഞാനത് പറയുമ്പോ തന്നെ നമ്മളെ ചിരിപ്പിച്ച ആ കൂട്ടുകാരികളുടെ മുഖങ്ങള് നമ്മളെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഏറ്റവും നന്മയുടെ മാർഗത്തിൽ നമ്മളെ കരയിപ്പിച്ച കൂട്ടുകെട്ട് എത്ര ഉണ്ട്? നാളെ അള്ളാന്റെ മാർഗത്തില് കരഞ്ഞ കണ്ണുകളെ നരകം സ്പർശിക്കൂല എന്ന് പറയുന്നുണ്ട് ല്ലേ? ആ തരത്തിലേക്ക് നമ്മളെ കണ്ണുകളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തൂണുകൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മള് അടുത്തതായി കൊണ്ട് നമ്മളെ സൗഹൃദത്തെ നമ്മൾ അങ്ങനെ ഒന്ന് പരിശോധിക്കുക. അങ്ങനെ ഒരു സൗഹൃദം ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് അതിനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക.
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള പൂവുകളായിട്ട് ആ സുഗന്ധം പരത്തുന്ന എന്താ ഇപ്പൊ നമ്മളെ മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവ് വന്നില്ലേ, അതന്നെ നമ്മളായിക്കോട്ടെ. നല്ല സുഗന്ധമുള്ള, നല്ല നിറമുള്ള, നല്ല തേനുള്ള പൂവായിട്ട് നമ്മൾ മാറുക. അപ്പൊ എന്താവണം? നല്ല തേനും നല്ല നിറവും നല്ല സുഗന്ധമുള്ള പൂവാവണമെങ്കിൽ അതിന് നല്ല വെള്ളവും വളവും വേണം. എവിടുന്ന് കിട്ടും ഈ വെള്ളവും വളവും? അത് നമ്മളെ ഈമാനാണ്, അത് നമ്മളെ ഖുർആനാണ്, അത് നമ്മളെ ദീനുൽ ഇസ്ലാമാണ്, അത് നമ്മളെ ആ ദീനിന്റെ ഇസ്സത്താണ്. അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളാകുന്ന പൂവിന് നല്ല വെള്ളവും വളവും കൊടുക്കുക. അപ്പൊ ഏറ്റവും നല്ല പൂക്കൾ അതിലുണ്ടാവും. ഏറ്റവും നല്ല പൂക്കൾ അതിലുണ്ടാവും. സുബ്ഹാനല്ലാ, ആ പൂക്കളെ തേടിയിട്ട് ഏറ്റവും നല്ല പൂമ്പാറ്റകളും തേനീച്ചകളും അതുപോലെ തന്നെ ഏറ്റവും നല്ല വണ്ടുകളും വരും. അതുപോലെ തന്നെ നമ്മള് നോക്കണം. ഒരിക്കലും ചീഞ്ഞ ശവത്തില് നിൽക്കുന്ന ഒരൊറ്റ മിനിറ്റ്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും? ഏറ്റവും നല്ല പൂവാവാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇടയിൽ ഞാൻ മുറിയുന്നുണ്ട്, ക്ഷമിക്കണം. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഭംഗിയുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൗഹൃദത്തിന് സിദാക്ക എന്ന് പറയും. ഇത് അടുത്തൊരു അളവുകോലാണ്. ശരിക്കും ഈ സിദാക്ക എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് എവിടുന്നാ? നമുക്കറിയാം, സിദക്കിൽ നിന്നാണ്, സത്യസന്ധതയിൽ നിന്നാണ് ഈ സിദാക്ക വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, നമ്മളെ കൂട്ടുകാര് ഇപ്പം നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മൾ എടുത്തല്ലോ. ആ ബെസ്റ്റ് ഫ്രണ്ട്സില്, നമ്മളെ കൂട്ടുകാർക്കിടയില്, നമ്മളെ സൗഹൃദത്തിനുള്ളില് ആ സിദക്ക് ഇല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് ഫുള്ളാവൂല. അത് പരിപൂർണമായിട്ടുള്ള സിദാക്കയല്ല. സത്യസന്ധതയുള്ള സൗഹൃദങ്ങൾ മാത്രാണ് അത് പരിപൂർണമായിട്ടുള്ള സൗഹൃദമാവുന്നുള്ളൂ. സുബ്ഹാനല്ലാ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഹൃദങ്ങളൊക്കെയും സിദക്ക് നിറഞ്ഞതാണോ എന്നുള്ളത് നമ്മൾ ഏറ്റവും നന്നായിക്കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും തിരുത്തേണ്ടടുത്ത് തിരുത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ നയിക്കേണ്ടടുത്ത് നയിക്കുകയും ചെയ്യും. നമുക്ക് നന്മ പറഞ്ഞിടത്ത് നന്മ പറയുകയും, നമ്മളൊരു പ്രശ്നം അവിടെ പരിഹരിക്കാനുണ്ടോ അത് ഉറപ്പായിട്ടും അവിടെ പരിഹരിക്കുകയും, നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞു? നമ്മളെ തിരുത്തേണ്ടടുത്ത് തിരുത്തും. നമ്മളെ ഫ്രണ്ട്ഷിപ്പിനൊന്നും നമ്മൾ, അഥവാ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണോ എന്ന് ആദ്യം നമ്മൾ ആലോചിക്കുക. എന്റെ കൂട്ടുകാരെ അവരൊരു തെറ്റ് കാണുന്ന സമയത്ത് അത് ചെയ്യല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യല്ലേ, അത് ഒഴിവാക്കിയേ എന്ന് പറഞ്ഞിട്ട് അതിനെ തിരുത്താൻ നമുക്ക് പറ്റണുണ്ടോ? നമ്മളെ കൂട്ടുകാരെ നമ്മൾ അങ്ങനെ തിരുത്തുന്നുണ്ടോ? ഇനി അടുത്തൊരു കാര്യം, ഞാൻ എന്റെ കൂട്ടുകാരെ നന്മയിലേക്ക് നയിക്കുന്നവളാണോ? എന്റെ കൂട്ടുകാരെന്നെ നന്മയിലേക്ക് നയിക്കുന്നവളാണോ? നമ്മൾ ആ റൂട്ട് ഒന്ന് എടുത്തു നോക്കി. നമ്മളെ ഫ്രണ്ട്സ്, അഥവാ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ആ ചാറ്റ് ഒന്ന് നമ്മൾ നോക്കണം. നമ്മൾ ഷെയർ ചെയ്ത ലിങ്കുകള്, നമ്മൾ സംസാരിച്ച വോയിസ് ക്ലിപ്പുകള്, നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പേജുകള്. എടി ഇതൊന്ന് നോക്കടോ, അല്ലെങ്കിൽ എടാ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതൊന്ന് കാണണേ, ഇത് ഉറപ്പായിട്ടൊന്ന് കണ്ടോക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും എടുത്തു നോക്കി. അതിൽ എത്രത്തോളം നന്മയിലേക്ക് നമ്മളങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന, അഥവാ നമ്മളിങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആ ഒരു ഓ ബന്ധം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആ ഒരു ചങ്ങല നമ്മളെ കൂട്ടുകെട്ടിലുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് നന്മ പറഞ്ഞു തരേണ്ട അടുത്ത്
എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടടോ എന്ന് പറയുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതിപ്പോ എന്താ എന്നുള്ള രൂപത്തിലല്ലാതെ നമ്മൾ ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് നന്മയുടെ അല്ലെങ്കിൽ ഹൈറുകളുടെ നീരുറവ നമ്മിലേക്ക് ചൊരിയുന്ന കൂട്ടുകാരാണോ നമ്മളിത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനാണോ? നമ്മളൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് സുബ്ഹാനല്ലാ എന്താ എനിക്ക് പറ്റിയത്, എടോ എന്താടോ ഒന്ന് പറയടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നാലെ നടക്ക. അങ്ങനെ നമുക്ക് കൂട്ടുകാരുണ്ടോ? നമ്മളെ പ്രശ്നം അഥവാ ആ, നമ്മളെ പ്രശ്നം എന്താന്ന് നമ്മൾ പറയാതെ കണ്ടറിയാൻ പറ്റുന്ന കൂട്ടുകെട്ട് നമ്മൾ അങ്ങനെയാണോ? നമുക്ക് അങ്ങനെയുള്ളവരുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇനി അടുത്ത ഒരു അളവുകോൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റണം. എനിക്ക് എൻ്റെ ഈ ദീനും കൊണ്ട്, എനിക്ക് ഞാൻ ഇടുന്ന എൻ്റെ ഹിജാബ് കൊണ്ട്, ഞാൻ എൻ്റെ ഈ ഖുർആൻ കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു മറച്ചു വെക്കലും ഇല്ലാണ്ട് എനിക്ക് ഞാനായിക്കൊണ്ട് ഞാൻ എന്താ പറയാ, ഞാൻ എങ്ങനെയാണോ അപ്രകാരത്തിൽ എനിക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ആണോ നമ്മുടെ സുഹൃത്ത് വലയം എന്ന് നമ്മൾ ആലോചിക്കുക. യാതൊരു മറയില്ലാണ്ട് എന്റെ ഈ സത്യം, നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഈ സത്യം, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ലജ്ജത്ത്, ഈ ഹലാവത്ത്, ഇതുമായി കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഗ്യാങ് ആണോ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് സത്യമാണെന്ന് ബോധ്യമായ, നമ്മൾ സത്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടാണോ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോണത്? ഇപ്പൊ ജസ്റ്റ് ചാറ്റ് ആണെങ്കിലും, നമ്മളെ ചാറ്റ് ബോക്സ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എങ്ങനെയാണ് അവരുടെ അടുത്ത് ഡീൽ ചെയ്യേണ്ടത് എന്ന് അറിയാം. എന്നിട്ടും നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യാതെ അവര് പറയുന്നതിനോട് ചേർന്നിട്ട് അവരൊരു മയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുന്നതായിട്ടുള്ള ഒരു ഒരു ഇടമാണോ നമ്മളുടെ ആ ഒരു ചാറ്റ് ബോക്സുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ആ ഗ്യാങ്ങുകൾ? അതല്ല, ഇത് എങ്ങനെയാണോ, ഇതല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്തു നോക്ക് എന്ന് പറയാൻ നമുക്ക് ധൈര്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിക്കൊണ്ട് ആ നമ്മുടെ ദീനിന്റെ ഇസ്സത്തിൽ നമുക്ക് നിലകൊള്ളാൻ പറ്റുന്ന ഇടമാണോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പ്രായഭേദമന്യേ നമുക്ക് കൂട്ടുകാരുണ്ടാവും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൂടിയിരിക്കുന്ന നമ്മളെ ചെയറിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് നമ്മളെ സംസാര വിഷയം എന്താണ്? അപ്പുറത്തുള്ള ഓളെ കഥയാണോ നമ്മൾ പറയണത്? അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മറ്റൊരു വിശേഷങ്ങളാണോ പറയണത്? അതല്ലെങ്കിൽ എടോ നമ്മളെ ഈമാൻ എന്തെങ്ങനെ, നമുക്ക് എങ്ങനെയാണ് അള്ളാന്റെ അടുത്തേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓടി പോവാൻ പറ്റുക? അതിന് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന് പറയടോ എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ആ ഒരു വർത്താനാണോ നമ്മളെ കൂടിയിരിക്കലിലുള്ളത്? ശരിക്കും ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കാം, ഫിൽട്ടർ വെച്ചിട്ടൊന്ന് നോക്കി വെക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സൗഹൃദം ഇല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് ഏറ്റവും ഏറ്റവും മധുരമുള്ള കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഇല്ല എങ്കിൽ, ഇങ്ങനെയുള്ളതല്ലാത്ത, ഇങ്ങനത്തെ അല്ലാത്തൊരു സൗഹൃദമാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? നമുക്ക് നഷ്ടമായത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എത്ര സൗഹൃദങ്ങളാണ് ഈ സബീലിലേക്ക്, ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. എത്ര സൗഹൃദങ്ങളാണ് അല്ലെ? ഒന്ന് തളരുന്ന സമയത്ത് എടോ വിഷമിക്കല്ലേ, അള്ളല്ലേ കാണാന്, നോക്ക് അള്ള നമ്മളെ കേൾക്കുന്നുണ്ടടോ, അള്ള നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്തല്ലേ, ഓനോടൊന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഉണ്ടടോ എന്ന് പറയാൻ അപ്പുറത്ത് ഒരാളുണ്ടാവുക എന്നുള്ളത്, നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന വ്യക്തികൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്, അത് ഏറ്റവും വലിയ നിഅമത്താണ്. ഒന്ന് ദീനീന്ന് പിറകോട്ട് പോകുമ്പോത്തിന് ഇങ്ങനെ ആയാ പോരെ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കുന്ന, ഒന്നും കൂടി ശ്രദ്ധിക്ക്. ഈ അവസരത്തെ നന്നായി മുതലാക്ക്. ഇപ്പൊ നിനക്ക് കിട്ടിയിട്ടുള്ള ഈ ഫ്രീ ടൈം ഉണ്ടല്ലോ, അത് നീ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്ത്. നീ നിന്റെ കഴിഞ്ഞു പോയതൊന്നും നീ ആലോചിക്കണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ?
ഇനി വരാനുള്ള ഇപ്പൊ നീ നിൽക്കുന്നതിനെ നീ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഊർജ്ജസ്വലാക്കി നിർത്തുന്ന ഒരാളെയെങ്കിലും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴേക്കും സൃഷ്ടിക്കുക. അതിന് നമ്മൾ എന്താവണം? ഏറ്റവും നല്ല പൂവാവാൻ ശ്രമിക്കുക. ആ പൂവിന് ഏറ്റവും നല്ല പൂവാവണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും നല്ല വെള്ളവും വളവും ഏറ്റവും നല്ല മണ്ണും വേണം. അത് നമ്മൾ തേടിയെടുക്കുക തന്നെ വേണം. ഒരു ചെടിയുടെ വേരുകൾ അത് കണ്ടെത്തിയില്ല എങ്കിൽ ആ കർഷകൻ ഇട്ട് കൊടുക്കുന്ന ടൈം വരെ മാത്രമേ ആ ചെടിക്ക് വെള്ളവും വളവും കിട്ടുള്ളൂ. പിന്നെ ആ കർഷകൻ അതിനെ മറന്നുപോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആ കർഷകൻ അടുത്ത ചെടിയിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാല് ഈ ചെടിക്ക് എവിടുന്ന് വെള്ളവും വളവും കിട്ടും? അതുകൊണ്ട് നമ്മുടെ വേരുകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വെള്ളവും വളവും പരിശുദ്ധ ദീനാകുന്ന ഈ നമ്മുടെ പരിശുദ്ധ ഖുർആനാകുന്ന ഈ ഒരു വെള്ളവും വളവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്താൻ നമ്മളെ വേരുകളെ പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്താവും? ഏറ്റവും നല്ലത് നമ്മളെ തേടി തന്നെ എത്തും. ഇനി സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒരിക്കല് തന്റെ സദസ്സില് കുറച്ച് യുവാക്കളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും ഒരു മനുഷ്യന് അവന്റെ സുഹൃത്തിന്റെ ദീനിലാണ് എന്ന്. അഥവാ ഒരു വ്യക്തി നമ്മളെ സ്വഭാവവും നമ്മളെ സംസ്കാരവും അതൊക്കെയും എന്തായിരിക്കും? നമ്മൾ മെല്ലെ മെല്ലെ നമ്മളെ കൂട്ടുകാരനിൽ നിന്ന് അവനിൽ നിന്ന് എന്ത് ചെയ്യും? പഠിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ള പറഞ്ഞത് നമ്മളെ കൂട്ടുകാരന്റെ ദീനിലാണെന്നുള്ളത്. അപ്പൊ നമ്മളെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ നോക്കുക. എത്രയൊക്കെ നമ്മൾ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പയ്യെ പയ്യെ എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ നമ്മുടെ കൂട്ടുകാരനിലേക്ക് നമ്മൾ ചാഞ്ഞു പോവുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനില് പറയുന്ന ഒരു വാക്കുണ്ട്. സൂറത്തുൽ കഹഫിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയ്യി യുരീദൂന വജ്ഹ. എന്താ പറയണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോടൊപ്പം കൂട്ടുവിടണം എന്ന് പറയാണ്? വസ്ബിർ നഫ്സക, നീ നിന്റെ മനസ്സിനെ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം. ആരോടൊപ്പം നിൽക്കണം? ആരോടൊപ്പം ചേർന്നാലാണ് അത് സാധ്യമാകുക? മഅല്ലദീന, ഇത് നമ്മളെ കൂട്ടുകാരൻ എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയൊക്കെ? ബിൽഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും, യുരീദൂന വജ്ഹ, അള്ളാഹിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹിന്റെ മുഖം, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നീ എന്ത് ചെയ്യുക? നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക. അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്. അടുത്തൊരു അടുത്തൊരു എന്താ പറയാ, ക്വാളിറ്റി കിട്ടിയല്ലോ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വലാ തഅദു ഐനാക അൻഹു തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? നിന്റെ കണ്ണുകള് അവരെ തൊട്ടിട്ട് അലക്ഷ്യമായി പോകരുത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അടുത്തതും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ വജ്ഹ് മാത്രം, അവന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ആൾക്കാരോടൊപ്പം നീ എന്ത് ചെയ്യുക? വസ്ബിർ നഫ്സക്, നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയില് 119-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയണ കാണാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു ക്വാളിറ്റി പറയാണ്. എന്താണ്? സത്യവിശ്വാസികൾ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് തഖ്വയുള്ളവരാവണം. അതോടൊപ്പം വകൂനൂ, നിങ്ങൾ എപ്പോഴും ആയിരിക്കേണ്ടത് ആരൊപ്പാണ്? മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ. പ്രിയപ്പെട്ടവരെ,
ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റികൾ നമ്മളിലുണ്ടോന്ന് ആദ്യം നോക്കുക, നമ്മുടെ കൂട്ടുകാരിലുണ്ടോന്ന് രണ്ടാമത് നോക്കുക. ഇങ്ങനെയുള്ള ഒരു സൗഹൃദത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ മനസ്സിലാക്കുക നാളെ നമുക്ക് തണലൊരുക്കുന്ന വൻമരങ്ങളാണ് ഇവരൊക്കെ. നമ്മൾ അങ്ങനെ ആകണം അവർക്ക്, അവർ നമുക്ക് ഇങ്ങോട്ടോ ഇൻഷാ അള്ളാ. ഇവിടെ ഒരു ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിൽക്കുകയാണ്. അഥവാ ആഹ് ഒരിക്കല് ഇമാം അഹ്മദിനെ നമുക്കറിയാം അല്ലെ, ഇമാം അഹ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഇമാം ഷാഫിഈ. അപ്പോ ഒരിക്കല് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു വല്ലാത്തൊരു രോഗം പിടിപെട്ടുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ കിടപ്പിലാവാണ്. ആ സമയത്ത് ഇമാം ഷാഫിഈ, അവർ കൂട്ടുകാരാണ്. ഇമാം ഷാഫി അവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പൊ ഇമാം ഷാഫി എന്ത് ചെയ്യാണ്, ഇമാം അഹ്മദിനെ, രോഗാവസ്ഥയിലായ ഇമാം അഹ്മദിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇമാം അഹ്മദിന്റെ രോഗാവസ്ഥ കണ്ടിട്ട് ഇമാം ഷാഫിക്ക് വല്ലാത്ത വിഷമം വരികയാണ്. ഈ തന്റെ കൂട്ടുകാരന്റെ രോഗാവസ്ഥ, ഇമാം അഹ്മദിന്റെ രോഗാവസ്ഥ കണ്ട് വിഷമം ബാധിച്ച് ഇമാം ഷാഫി വീട്ടിലേക്ക് മടങ്ങുകയും ഇമാം ഷാഫിക്ക് രോഗം വരികയും ചെയ്തു. എങ്ങനെ? പകർച്ചവ്യാധി കൊണ്ടല്ല, മറിച്ച് തന്റെ കൂട്ടുകാരന്റെ രോഗത്തെ ആലോചിച്ചിട്ട്. അവര് തമ്മിലുള്ള, അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കൂട്ടുകാരൻക്ക് ഒരു അസുഖം വന്നു എന്ന് പറയുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിന് തീരെ വയ്യ എന്ന് പറയുമ്പോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു തലവേദനെങ്കിലും വരണമെങ്കിൽ നമ്മളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയിരിക്കും? അവൾ ആലോചിച്ചിട്ട്, അവൾ എനിക്ക് തന്ന നന്മകൾ ആലോചിച്ചിട്ട്, അവൾ എന്റെ കൈ പിടിച്ച് എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയ ആ സിറാത്ത് ആലോചിച്ചിട്ട് എനിക്ക് അത്, ഈ ആലോചനകൾ വരുമ്പോഴാണല്ലോ നമുക്ക് അറ്റ്ലീസ്റ്റ് തലവേദനെങ്കിലും വരിക. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടവർക്ക് വയ്യാതാവുന്ന സമയത്ത് നമ്മൾ വല്ലാതെ എന്ത് ചെയ്യും, തളർന്നു പോകലുണ്ട് അല്ലെ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇമാം അഹ്മദും ഇമാം ഷാഫിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രമായിരിക്കും എന്ന് നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കുക. അങ്ങനെ ഇമാം ഷാഫിക്ക് എന്ത് ചെയ്യാണ്, വയ്യാതായി. ഇമാം അഹ്മദിന്റെ രോഗാവസ്ഥ ആലോചിച്ചിട്ട്, ഇമാം അഹ്മദിന്റെ വയ്യായി കണ്ടിട്ട് ആ അവസ്ഥ ആലോചിച്ചിട്ട് ഇമാം ഷാഫി എന്ത് ചെയ്യാണ്, രോഗബാധിതനാവാണ്. ഇതറിഞ്ഞ ഇമാം അഹ്മദ് എന്ത് ചെയ്യാണ്, തന്റെ വയ്യായി ഒന്ന് ഭേദപ്പെട്ട ഉടനെ തന്നെ ഇമാം അഹ്മദ് ആ കിടപ്പിൽ നിന്ന് എണീച്ചിട്ട് വേച്ച് വേച്ച് ഇമാം ഷാഫിനെ കാണാൻ പോയി. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫിനെ ഇമാം അഹ്മദിനെ ഇമാം ഷാഫി കണ്ടതോടുകൂടി ഇമാം ഷാഫിയുടെ അസുഖവും മാറി. മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുകയാണ്. അപ്പോ ഇതിനെ പറ്റിയിട്ട് അവര് എഴുതുന്ന ഒരു കവിത ഉണ്ട്. കവിത ഒരു 4 വരി എഴുതുന്നുണ്ട്. അത് ഇപ്രകാരാണ്: എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് രോഗിയായി, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ കണ്ടിട്ട് ഞാൻ എന്തായി, രോഗിയായി. ഇമാം ഷാഫി പറയാണ്, എന്നിട്ട് ആ എന്റെ ഹബീബായിട്ടുള്ള ഇമാം അഹ്മദ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഒരല്പം രോഗശാന്തി വന്നതോടുകൂടി അദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വന്നു. അതോടുകൂടി, അദ്ദേഹത്തെ കണ്ടതോടുകൂടി എന്റെ രോഗം എന്തായി, ശമിക്കപ്പെട്ടു. എന്റെ രോഗവും എന്തായി, ഭേദമായി എന്ന് ഇമാം ഷാഫി അവിടെ പറയുന്നുണ്ട്. അപ്പോ സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിലേക്ക് ഓർമ്മിപ്പിക്കപ്പെടുന്ന സൗഹൃദങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇമാം ഒരിക്കല് ഒരു സഹാബി പറയുന്ന വാക്ക് കാണാൻ പറ്റും. അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായിട്ടും ഒന്നും സംസാരിക്കാത്തവനേക്കാൾ നല്ലത് സംസാരിക്കുന്ന കൂട്ടുകാരാണ്. ഇനി തിന്മ സംസാരിക്കുന്നവനേക്കാൾ നല്ലത് എന്താണ്, നിശബ്ദനായിട്ടുള്ള കൂട്ടുകാരനാണെന്ന്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെയും ഓരോ അളവുകോലുകളാണ്. നമുക്ക് തണൽ വിരിക്കുന്ന സൗഹൃദങ്ങളാണോ എന്ന് നമ്മൾ നോക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അർഹമുറാഹിമീനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായിക്കൊണ്ട് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരിക്കല് ഒരു അറാബി ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ, മത്തസാ, എപ്പോഴാണ് ലോകാവസാനം എന്ന് റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ
സാഅക്ക് വേണ്ടി, ആ യൗമുൽ ഖിയാമക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്, നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ അറാബി പറയാണ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള സ്നേഹം മാത്രമാണ് എന്റെ അടുക്കലുള്ളൂ, അതാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, തീർച്ചയായും ഫഇന്നക മഅ മൻ അഹ്ബബ്ത, തീർച്ചയായും നീ എന്താണ്, നീ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക എന്ന് നാളെ റബ്ബിന്റെ മുൻപില്. സുബ്ഹാനല്ലാഹ്, ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസത്തേക്കാൾ ഞങ്ങൾ ഇത്രയേറെ സന്തോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയണത് എന്താണ്? ആ ഒരു, അഥവാ ഞാൻ തീർച്ചയായിട്ടും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളോളം ഞാൻ എത്തുന്നില്ലെങ്കിലും അവരോടൊപ്പം എത്താൻ ഞാൻ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ അവരോടൊപ്പം ഒന്നും അത്രമാത്രം എത്തിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഫഇന്നക മഅ മൻ അഹ്ബബ്ത്, തീർച്ചയായിട്ടും എനിക്ക് എന്റെ റസൂലിനോടും അള്ളാഹുവിനോടും റസൂലിനോടും ഈ സഹാബാക്കളോടുമുള്ള സ്നേഹം എന്നെ അവരോടൊപ്പം ഇരുത്തിക്കുമല്ലോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അവരുടെ സൗഹൃദത്തിന്റെ ആഴം ആലോചിച്ച് നോക്കി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മക്ക് അങ്ങനെ പറയാൻ മാത്രം ധൈര്യമുള്ള, നമ്മളെ അങ്ങനെ പറയാൻ മാത്രം ആ, അങ്ങനെ നമ്മള് ഞാനും കൂടെ വേണം, ഞാനും ഉണ്ടാവും, ഞാനും ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സൗഹൃദ് വലയം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണ് നമുക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് ലഹവുകളും ലാബുകളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അവിടെ ഏറ്റവും നല്ല ഭംഗിയായിക്കൊണ്ട് നമ്മളെ ഈ ദുനിയാവില് ഏറ്റവും നല്ല ഭംഗിയില്, അല്ലെങ്കിൽ ഏറ്റവും ഈ ദുനിയാവില് നമ്മളെ ജീവിക്കാന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അർഹമുറാഹിമീനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ മുൻപിൽ എത്തുന്ന സമയത്ത് വിരല് കടിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂൽ, അഥവാ അന്നേ ദിവസം അക്രമകാരികളായിട്ടുള്ള ആൾക്കാര് പറയുന്ന കാര്യമാണ്. അവരവരെ വിരല് കടിച്ചുകൊണ്ട് പറയും, എന്റെ കഷ്ടമേ, റസൂലിനോടൊപ്പം ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളത്. യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. തുടർന്ന് പറയണത് എന്താണ്? യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി നോക്കുക, നമ്മളെ കൂട്ടുകെട്ടുകൾ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കഠിനമായി പരിശ്രമിക്കുക. നമ്മളെ കൂട്ടുകാരികൾ അങ്ങനെയാണെങ്കിൽ നാളെ അന്നത്തെ ദിവസം നമ്മൾ വിലപിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ബന്ധങ്ങളെ ഒന്നുകിൽ നമ്മൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ കൂടി ഈ സബീലിലേക്ക്, ഈ സിറാത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരിക. അർഹമുറാഹിമീനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം അതെങ്ങനെയാണ് സാധ്യമാവുക? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിലേക്ക് ഓടി അടുപ്പിക്കുന്ന ബന്ധമാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നുള്ളതുകൊണ്ട്. അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് അത് ചെയ്യരുതെന്ന് നമ്മളോട് യാതൊരു മടിയും കൂടാതെ പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാവണം നമുക്ക്. അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു നന്മ നമ്മളെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഇത് നീ ചെയ്യ്, ഇത് നിനക്ക് ഹൈറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മടിച്ചു നിന്ന് കഴിഞ്ഞാലും നമ്മളെ കൈപ്പിടിച്ച് കൊണ്ടുവന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. അങ്ങനെയുള്ള കൂട്ടുകാരിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ റബ്ബിന്റെ മുൻപില് ആ സൂര്യന്റെ അതികഠിനമായ ചൂടുള്ള സമയത്ത് നമുക്ക് തണല് ലഭിക്കും.
യാതൊരു തണലും ഇല്ലാത്ത ദിവസത്തില് അള്ളാഹുവിൽ നിന്നുള്ള തണല് ലഭിക്കുന്ന 7 കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്നേഹമാക്കി നമ്മുടെ സൗഹൃദങ്ങളെയൊക്കെയും മാറ്റുക. അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കുക. പ്രായഭേദമന്യേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതില് ഒന്നാമതായിക്കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് മുറിയലുകൾ വന്നിട്ടുണ്ട് സംസാരത്തില്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കൂല. പ്രയാസമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും നന്മയായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ്. പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എനിക്ക് പുറത്തു നൽകുമാറാകട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.